അഭിനന്ദ്, യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിൽ പങ്കെടുത്ത കുട്ടികളിൽ കുറച്ചുപേർ ഇപ്പോൾ ആശുപത്രിയിലാണ്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? SKN ഇപ്പോൾ നിലവിൽ എല്ലാവരും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് SFIയുടെ കേരള വർമ്മ സെക്രട്ടറി ആശിഷിന്റെ അടുത്താണുള്ളത്. അഗ്നിവേഷ് എന്ന ഒരു SFI പ്രവർത്തകന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കമ്പിവടി വെച്ച് തലക്കടിച്ചാണ് പരിക്കേൽപ്പിച്ചത്. ആദ്യം ഈ KSU പ്രവർത്തകർ അങ്ങനെ ഇവിടെ നിന്നും ആംബുലൻസിൽ പോകാൻ ശ്രമിക്കവേ അവിടേക്കും SFI DYFI പ്രവർത്തകർ അവിടെ എത്തി അവരെയും ആക്രമിക്കുന്ന സാഹചര്യമാണ്. ഉടൻ തന്നെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. അങ്ങനെ ഇന്നലെ SFI KSU പ്രവർത്തകർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തി. സംഘാടകരുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. ആ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നമാണ് വലിയ ഒരു സംഘർഷത്തിൽ അവസാനം കലാശിച്ചത്. അങ്ങനെ അത് രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു. ആ രാഷ്ട്രീയമായ പ്രശ്നത്തിലാണ് പിന്നീട് SFI KSU പ്രവർത്തകർ തമ്മിൽ ഈ കോളേജിൽ ഏറ്റുമുട്ടുന്നത്. ഇപ്പം നിലവിൽ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവം നിർത്തിവെച്ചിരിക്കുകയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്ന സ്ഥലത്തെത്തി ഈ കമ്പിവടി ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള കമ്പിവടി അടക്കം അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പം പോലീസ് എത്തി കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷണത്തിന് ശേഷമായിരിക്കും സമഗ്രമായ അന്വേഷണത്തിനൊടുവിലായിരിക്കും കൂടുതൽ പ്രതികളെ അടക്കം ചേർക്കണമോ വേണ്ടയോ എന്ന വ്യക്തത വരിക. എന്തായാലും ഈ രണ്ട് കൂട്ടർക്കെതിരെയും SFI KSU പ്രവർത്തകർ രണ്ട് കൂട്ടർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ പരിക്കേറ്റ SFI പ്രവർത്തകൻ ആശുപത്രിയിൽ തുടരുകയാണ്. KSU പ്രവർത്തകരും ഇപ്പോൾ കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവർ തൃശ്ശൂരിലേക്ക് പോയിട്ടുണ്ട്. മാള കോളേജിൽ നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസ് എത്തി സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ കലോത്സവ നടത്തിപ്പിനിടയിൽ കൂടുതൽ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ നേതാക്കന്മാർ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ സാമുദായിക ശക്തികൾക്കും മറ്റു ആളുകൾക്കും ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്.